എല്ലാവർക്കും നമസ്കാരം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്ന ഗുജറാത്തികളാൽ സ്ഥാപിക്കപ്പെട്ട ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ എത്തുന്നത്. ആലപ്പുഴ ബീച്ചിനോടടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിലെ ചരിത്രത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ആലപ്പുഴയുടെ നഗരഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വളരെ പച്ചപ്പ് നിറഞ്ഞതും അതുപോലെ തന്നെ ശാന്തതയും നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്ര കോംപ്ലക്സിന്റെ ഒരു അറേഞ്ച്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ നമ്മുടെ ആർക്കിടെക്ചറൽ രീതിയും അതോടൊപ്പം തന്നെ ഗുജറാത്തി സ്റ്റൈലിലെ ആർക്കിടെക്ചറൽ രീതി നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഇടനാഴി നമ്മൾ നടന്നു നീങ്ങുന്നത് 3 ക്ഷേത്ര കോംപ്ലക്സുകളിലേക്കാണ്. ഒന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും, ഒന്ന് ശ്രീ ആഞ്ജനേയ സ്വാമിയുടെയും, ഒന്ന് ശിവപാർവതി ക്ഷേത്രത്തിലും കൂടിയാണ്. ഇപ്പൊ നമ്മൾ എത്തി നിന്ന് കാണുന്നത് ആഞ്ജനേയ സ്വാമിയുടെ ക്ഷേത്രമാണ്. ഈ കാണുന്ന ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിക്കപ്പെട്ടതാണെന്ന് എത്ര പേർക്കറിയാം? ഈ കാണുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പുറംഭാഗമാണ്. ഇതിന്റെ ഉൾവശം വളരെ മനോഹരവും അതോടൊപ്പം തന്നെ ആ ഭഗവാൻ കൃഷ്ണന്റെ രൂപം വളരെ നയനമനോഹരവുമാണ്. കൃഷ്ണന്റെ ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിൽ തന്നെയാണ് ആ ഹനുമാന്റെ ക്ഷേത്രവും. തൊട്ട് അടുത്തായി നമ്മുടെ പുരാതന ഒരു ശിലയും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ കുറച്ചടുത്തായി തന്നെ ഒരു ശിവപാർവതി ക്ഷേത്രവും സ്ഥിതി ചെയ്യും. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തി രീതിയിലാണ്. ക്ഷേത്രത്താൽ ചുറ്റപ്പെട്ട് നിരവധി മരങ്ങളും ഒക്കെയുണ്ട്. ഇവിടെ എത്തുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാന്തതയാണ് മനസ്സിന് നമുക്ക് അനുഭവപ്പെടുന്നത്. ആലപ്പുഴ നഗരത്തിന്റെ തിരക്കുകളുടെ ഇടയിൽ തന്നെ ശാന്തമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം. ഈ നടന്നു നീങ്ങുന്ന ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിന്റെ മേലധികാരിയും. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഈ ക്ഷേത്രത്തിൽ നമുക്ക് ദർശനം നടത്താവുന്നതാണ്. ശ്രീ നീലകണ്ഠേശ്വര മഹാദേവൻ, പാർവതി ദേവി, ഹനുമാൻ, ദാവൂദ്, കൃഷ്ണൻ. അങ്ങനെ ഈ കോമ്പൗണ്ടിൽ ഇങ്ങനെ 3 ക്ഷേത്രങ്ങളാണ്. ഈ വൃക്ഷത്തിന്റെ താഴെയുള്ള ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ മനസ്സിന് വലിയൊരു ആശ്വാസവും പോസിറ്റീവ് എനർജിയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. തിരക്കിൽ നിന്ന് മാറി മനസ്സിന് ശാന്തത ആഗ്രഹിക്കുന്നവർക്ക് ആലപ്പുഴ നഗരഹൃദയത്തിൽ തന്നെ സന്ദർശിക്കാൻ പറ്റിയ ഒരു ഹിഡൻ ജെമ്മായാണ് ഞാൻ ഈ ക്ഷേത്രത്തിനെ കരുതുന്നത്. തുടർന്നും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്കിനിയും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.